അല്ല, കോൺഗ്രസും ഈ അന്തർധാര ഭയപ്പെടുന്നുണ്ട്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രവർത്തനം വലിയ തോതിൽ നടത്തുന്നു. ഇപ്പോൾ ഇതായ ഒരു യാത്ര സതീഷിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം, ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടിയ ഒരു പശ്ചാത്തലമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ വിജയം നേടിയിട്ടുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. പക്ഷേ അപ്പോഴും ഈ ഒരു അന്തർധാര, നമ്മൾ നേരത്തെ പറഞ്ഞ അന്തർധാര, അതായത് CPM-ഉം BJP-യുമായുള്ള അന്തർധാര പല മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ CPM-ന് വോട്ട് ചെയ്യാൻ BJP തയ്യാറായാൽ ഈ കോൺഗ്രസിൻ്റെ ഈ സ്വപ്നം പൂവണിയില്ല അടുത്ത തെരഞ്ഞെടുപ്പിലും. തികഞ്ഞ ആത്മവഞ്ചനയല്ലേ ശ്രീ രഞ്ജിത്ത് ഈ പറയുന്നത്? കാരണം ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള പലയിടങ്ങളിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഈ രണ്ടു കൂട്ടരും ചേർന്നാണ്, ഇന്ത്യ സഖ്യമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത്. നോക്കൂ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയ മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 10-65ഓളം ഡിവിഷനുകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഈ രണ്ടു കൂട്ടരും, ഇന്ത്യ സഖ്യം, അത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. കോൺഗ്രസ്, LDF-ഉം UDF-ഉം ചേർന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്? ഈ പറയുന്ന LDF-ഉം UDF-ഉം ചേരുന്നു, അവരോടൊപ്പം ഇസ്ലാമിക മതമൗലികവാദ ശക്തികൾ കൂടി ചേരുന്നു, രാഷ്ട്രവിരുദ്ധ ശക്തികൾ കൂടി ചേരുന്നു, അവിടെ തോൽപ്പിക്കുന്നു. നേമത്ത് എന്താ സംഭവിച്ചത്? നേമത്ത് മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കാനാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിന്റെ പുതിയൊരു ആവിഷ്കാരം കേരളത്തിൽ, അതിൽ ഇസ്ലാമിക ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള PFI പോലെ SDPI പോലെയുള്ള ശക്തികളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പരാജയം ഉറപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതാണ് അന്തർധാര, അല്ലാതെ ഞങ്ങളും മറ്റാരെങ്കിലും തമ്മിലുള്ള അല്ല അന്തർധാര. അന്തർധാര ഇന്ത്യ സഖ്യം കൊണ്ടുവരുന്ന അന്തർധാരയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.